തിരുവനന്തപുരം ശാസ്തമംഗലം കവലയിൽ തണൽ മരം റോഡിലേക്ക് ഒടിഞ്ഞ് ഗതാഗതക്കുരുക്ക്. മരം വെട്ടാൻ കൂട്ടാക്കാതെ പൊതുമരാമത്ത് വകുപ്പും ഫയർഫോഴ്സും. റോഡിൽ ഭിക്ഷാടന സമരവുമായി BJP കൗൺസിലർ. വിവരങ്ങളുമായി ചേരുന്നു MK വിനോദ്. വിനോദ്, എപ്പോഴായിരുന്നു മരം ഒടിഞ്ഞു വീണത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും ദേവിക, നമുക്കറിയാം ശാസ്തമംഗലം കവല എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. അവിടെ ആ കവലയിൽ നടുക്കായി വലിയ ആൽമരമുണ്ട്. ആ ആൽമരം ഒടിഞ്ഞാണ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ മഴയ്ക്ക് അതിൻ്റെ വലിയ ശിഖരം ഒടിഞ്ഞ് റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് PWD വകുപ്പ് ചെയ്ത ഏറ്റവും വലിയ കുറുക്കുവഴി എന്ന് പറയുന്നത് ആ റോഡ് ഇന്നലെ രാത്രിയിൽ ഈ മരം ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നു. ആ സമയത്ത് തന്നെ റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. റോഡ് ബ്ലോക്ക് ചെയ്ത് ആൽമരത്തെ ചുറ്റാതെ വേണം ഇപ്പോൾ വണ്ടികൾ പോകാൻ. ഇത് ഇവിടുത്തെ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായർ, അദ്ദേഹം BJPയുടെ കൗൺസിലറാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിനെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് തൽക്കാലം മരം മുറിച്ചു മാറ്റുന്നില്ല, കാരണം അവർക്ക് പണമില്ല. ഈ മരം മുറിച്ചു മാറ്റാൻ പണമില്ല എന്നാണ് പറയുന്നത്. ഫയർഫോഴ്സിനെ വിളിക്കുമ്പോഴും അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാട്ടുകാരുടെ ഭിക്ഷാടനം എടുത്തായാലും ഈ നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം ആരംഭിച്ചിരിക്കുകയാണ് നിലവിലുള്ള ഇവിടുത്തെ കൗൺസിലർ മധുസൂദനൻ നായർ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ നാട്ടിലെ ഒരു കൗൺസിലർ, ശാസ്തമംഗലത്തെ ഒരു കൗൺസിലർ ഇങ്ങനെ നടു റോഡിൽ ഭിക്ഷാടനം നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? നമസ്കാരം. ഞാൻ ഇന്നലെ രാത്രി 11 മണിക്ക് ഇവിടുന്ന് ഈ ശാസ്തമംഗലം മോഹൻ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു മരം മുറിഞ്ഞ് കിടക്കുക, അല്ല ഒടിഞ്ഞ് നിൽക്കുകയാണ്, അത്യാവശ്യം പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും, അതായത് ഫയർഫോഴ്സ് ഉൾപ്പെടെ, ട്രാഫിക് ഉൾപ്പെടെ, KSEB ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഇവിടെ വരുത്തുകയുണ്ടായി. ഇവിടെ വന്നപ്പോൾ വളരെ ഒരു ദുരന്ത സീനാണ് കാണാൻ സാധിച്ചത്. കാരണം ഏത് നിമിഷവും അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഫയർഫോഴ്സുകാർ വന്നിട്ട് അവർക്ക് ഇത് മുറിക്കാനുള്ള സംവിധാനമില്ല. ഇത് മുറിഞ്ഞ് താഴെ വീണ് കിടന്നാൽ മാത്രമേ വെട്ടിമുറിക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ, അതിന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അവരുമായിട്ട് ഞാൻ ചെറിയ സംസാരമൊക്കെ ഉണ്ടായി. കാരണം വെച്ചാൽ സിസ്റ്റം ഇല്ലെങ്കിൽ പിന്നെ അവരെന്തിന് വന്നതെന്ന് ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി. കാരണം അവർ ഒരു അപകടം വരുമ്പോൾ ആദ്യം വിളിക്കുന്ന ഫയർഫോഴ്സുകാരാണല്ലോ. അവർ വന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന. റെസ്ക്യൂ എന്ന് പറയുമ്പോൾ ഒരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുകയാണ് അവരുടെ ഉത്തരവാദിത്തം. പക്ഷേ അതിന് അവർക്കുള്ള സംവിധാനം ഇല്ല എന്നാണ് ഇവിടെ വന്ന നിസ്സഹായരായ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഞാൻ അവർക്ക് പണമില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അതിന് ആളിനെ വിളിച്ച് മരം മുറിക്കാൻ ആളിനെ ഏർപ്പാടാക്കുമ്പോൾ അതിനുള്ള സംവിധാനമില്ല, അതിനുള്ള പണം അവർക്കില്ല, അതിനുള്ള ഫണ്ടും അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ യാതൊരു സംവിധാനമില്ല. ഇവിടെ റോഡ് ആകെ ബ്ലോക്കിലാണ്. റോഡ് വളരെ അറിയാം, ഈ പ്രദേശം വളരെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ ഇവിടെ ട്രാഫിക് അധികാരികൾ വന്ന് റോഡൊക്കെ നിയന്ത്രിച്ച് വിടുന്നുണ്ട്. പക്ഷേ ഈ മരം മുറിക്കാൻ ഈ സമയം വരെ, സമയം ഏകദേശം 10 മണി ആയി വരികയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റുകാരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ആകെ വന്നിട്ട് ട്രാഫിക് സിസ്റ്റം മാത്രമാണ്. അപ്പോൾ ഞാൻ അത് ഉടനെ PWDക്കാരെ വിളിച്ചു. PWDക്കാർ പറയുന്നത് അവരല്ല, ഇതിപ്പോൾ റോഡ് ഫണ്ട് ബോർഡിനെ ഏൽപ്പിച്ചുകൊണ്ട് റോഡ് ഫണ്ട് ബോർഡാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ റോഡ് ഫണ്ടിൻ്റെ ആൾക്കാരെ വിളിച്ചു. അവർ പറയുന്നത് TRDCക്കാരാണ് ഇതിൻ്റെ കോൺട്രാക്ടർ. അവരെ വിളിച്ച് അവർ വന്ന് അവരിൽ ഫണ്ടുണ്ടോ എന്നറിയില്ല, അവരെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞു. അതിന് പുറമെ അടുത്ത് ഞാൻ ബന്ധപ്പെട്ടത് തിരുവനന്തപുരം നഗരസഭ ഉദ്യോഗസ്ഥരെയും നഗരസഭ അധികൃതരെയൊക്കെ വിളിച്ചു. അപ്പം നഗരസഭ HO വിളിച്ചപ്പോൾ HO പറയുന്നു, HO ബന്ധപ്പെടാൻ പറയുന്നു, നമുക്ക് പ്രത്യേക ഫണ്ടില്ല, നമുക്കും ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല എന്നാണ് അവർ. കാരണം വെള്ളപ്പൊക്കം വരുന്ന സമയത്തല്ലാതെ മറ്റു സമയങ്ങളൊന്നും ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇല്ല എന്നാണ് നഗരസഭയും പറയുന്നത്. ഞാൻ കളക്ടറെ വിളിച്ചപ്പോൾ കളക്ടർ അവിടെ നിന്ന് എനിക്ക് ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കളക്ടർ നമ്പർ തരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. നോക്കാമെന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ ഈ സമയം വരെ ആരും തന്നെ ഇതുവരെ ബന്ധപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിലൂടെ നമ്മുടെ പ്രദേശത്തുള്ള ഒരു മരം മുറിപ്പുകാരനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അയാൾ കാട്ടാക്കടയിൽ നിന്നും ഞാൻ വിളിച്ചനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമായതുകൊണ്ട് ഈ 4 കവരങ്ങൾ മേളിൽ കാണുന്ന വളരെ ഭീമാകരമായ 4 ശിഖരങ്ങൾ മുറിക്കണമെങ്കിൽ അദ്ദേഹം 4000 രൂപ ആവശ്യപ്പെട്ടു. അത് തികച്ചും വളരെ തുച്ഛമായ എമൗണ്ടാണ്. കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്താണ്, നാട്ടുകാരിൽ നിന്നും ഈ തോർത്ത് വിരിച്ച് ഇവിടെ ഇരുന്ന് പണം പിരിച്ച് മരം മുറിച്ചുകൊണ്ട് ഈ ഒരു ദുർഘടാവസ്ഥയിൽ നിന്ന് നാട്ടുകാരെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ഈ നാട്ടുകാരുടെ ഇവിടെ വരുന്ന ആൾക്കാർ സഹകരിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ സാമൂഹിക പ്രവർത്തകരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ മരം മുറിച്ചിട്ടേ ഇവിടുന്ന് മാറുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ്, ശക്തമായ സമരമാണ് കൗൺസിൽ നടത്തുന്നത്. നാട്ടിലുള്ള ആളുകളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും PWD ഡിപ്പാർട്ട്മെന്റോ ഫയർഫോഴ്സോ ഇങ്ങനെ റോഡിലേക്ക് മറിഞ്ഞ് ഏത് നിമിഷവും മറിഞ്ഞു വീഴാൻ പാകത്തിന് നിൽക്കുന്ന വലിയ ഒരു തണൽ മരം മുറിച്ചു മാറ്റാൻ
ഇവിടെ ഫണ്ടില്ല, കോർപ്പറേഷൻ ഇത് കണ്ടിട്ടില്ല, അത് ഒടിഞ്ഞു വീഴട്ടെ എന്നാണ് പറയുന്നത്. ഒടിഞ്ഞ് ഇരിഞ്ഞ് ചാഞ്ഞു നിൽക്കുകയാണ്. ആരുടെയെങ്കിലും തലമണ്ടയിൽ വീണാൽ മാത്രമേ ഇവിടെ അധികാരികൾ ഇത് മുറിച്ചു മാറ്റുകയുള്ളൂ, അവർക്ക് പണം ലഭിക്കുകയുള്ളൂ. ശാസ്തമംഗലം കവലയിലാണ് ഇതേപോലെ 100 കണക്കിന് വണ്ടികൾ കടന്നു പോകുന്ന ഒരു കവലയിലാണ് ഇത്തരത്തിൽ ഒരു മരം ഒടിഞ്ഞ് റോഡിലേക്ക് കിടന്നിട്ട് അത് മുറിച്ചു മാറ്റാൻ സർക്കാരിന് പണമില്ല എന്നുള്ള വളരെ നിഷ്ക്രിയമായ മറുപടി ലഭിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇവിടുത്തെ കൗൺസിലർ ഭാഗത്ത് നിന്നുമുള്ള ഏറ്റവും വലിയൊരു കെടുകാര്യസ്ഥത തന്നെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും പണം അനുവദിക്കാനില്ല. ഒരു മരം മുറിച്ചു മാറ്റാനുള്ള പണം പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ.